സയൻസ് അഥവാ ശാസ്ത്രം. നമ്മുടെ സ്കൂളിൻ്റെ ഈ അധ്യയന വർഷത്തെ തനത് പ്രവർത്തനങ്ങളിൽ ഒന്നായ ശാസ്ത്ര പരീക്ഷണ കൂടാരത്തിൽ നിന്നും നേടിയെടുത്ത മികവുകളുടെ പ്രദർശനമാണ് അടുത്തത്. ലളിതമായ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ അവതരണത്തിനായി 5Bയിലെ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. അവിടുന്ന് അവർ വിളിക്കുന്നത്
അതീച്ചുവാന നമ്മെല്ലാം ലിറ്റിൽ മെജീഷ്യന്മാർ തന്നെ. മെജീഷ്യന്മാരൊക്കെ തന്നെ, പക്ഷേ മാജിക്കിന് പിന്നാലെ സയൻസ് ഉണ്ട്. അതെ, നമ്മുടെ സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ തനത് പ്രവർത്തനമായ ശാസ്ത്ര പരീക്ഷണ കൂടാരത്തിലൂടെ നമ്മൾ ആർജിച്ച മികവുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓരോരുത്തരും ചെയ്ത മാജിക്കിന് പിന്നിലെ സയൻസ് അറിയണ്ടേ? കൂട്ടുകാരെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. സുഭാനെ, നിന്റെ പരീക്ഷണത്തിന് കുപ്പിയും ബലൂണും മാത്രം മതിയോ? അല്ല, വിനാഗിരിയും സോഡാപ്പൊടിയും ആവശ്യമാണ്. കുപ്പിയിൽ വിനാഗിരിയും ബലൂണിൽ സോഡാപ്പൊടിയും. എന്തിനാ നിന്റെ ബലൂൺ വീർത്തത്? വിനാഗിരി അസിറ്റിക് ആസിഡാണ്, സോഡാപ്പൊടി സോഡിയം ബൈകാർബണേറ്റ് ആണ്. ആസിഡും കാർബണേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം ഉണ്ടാകും. ഇതുകൊണ്ടാണ് ബലൂൺ വീർത്തത്. അസ്ലം, നീ എങ്ങനെയാണ് കുപ്പിയുടെ വശത്തിലൂടെ ഊതി ബലൂൺ വീർപ്പിച്ചത്? കുപ്പിയുടെ സൈഡിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിലൂടെ വായു ഉള്ളിലേക്ക് വലിച്ചപ്പോഴാണ് ബലൂൺ വീർത്തത്. അങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിക്കുള്ളിലെ എയർ പ്രഷർ കുറയുകയും പുറത്തു നിന്നുള്ള വായു ബലൂണിനകത്ത് കയറുകയും ചെയ്യും. അങ്ങനെയാണ് ബലൂൺ വീർത്തത്. ജുമാന, നീ അപ്പോൾ ബലൂൺ ഉപയോഗിച്ച് ഗ്ലാസ് ഉയർത്തിയതോ? ഞാൻ തീ കത്തിച്ച് ഗ്ലാസ്സിനുള്ളിൽ ഇട്ടപ്പോൾ ഗ്ലാസ്സിനുള്ളിലെ വായുമർദ്ദം കുറയുകയും പുറത്ത് മർദ്ദം കൂടുതലുമായിരുന്നു. ഉയർന്ന വായുമർദ്ദത്തിൽ നിന്ന് കുറഞ്ഞ വായുമർദ്ദത്തിലേക്ക് വായു സഞ്ചരിച്ചപ്പോഴാണ് ബലൂൺ ഗ്ലാസ്സിലേക്ക് കയറിയത്. അതുകൊണ്ടാണ് ബലൂൺ ഉപയോഗിച്ച് ഗ്ലാസ് പൊക്കാൻ കഴിയുന്നത്. അൽമസാനെ, നിന്റെ കുപ്പിയിൽ 2 ട്യൂബേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പക്ഷേ ഒരു ട്യൂബിലല്ലേ ബലൂൺ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് നീ ബലൂൺ ഘടിപ്പിക്കാത്ത ട്യൂബിൽ കൂടി ഊതിയപ്പോൾ ബലൂൺ വീർത്തത്? ആദ്യത്തെ പൈപ്പിലൂടെ ഊതിയപ്പോഴാണ് ബലൂൺ വീർത്തത്. എന്നാൽ രണ്ടാമത്തെ പൈപ്പിലൂടെ ഊതുകയല്ല, മറിച്ച് വലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിക്കുള്ളിലുള്ള എയർ പ്രഷർ കുറയുകയും അന്തരീക്ഷ വായു ആദ്യത്തെ പൈപ്പ് വഴി ബലൂണിനുള്ളിൽ കയറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബലൂൺ വീർക്കുന്നത്. ജുവാന, അൽസ, നിങ്ങളെ ബലൂൺ എങ്ങനെയാണ് ചുരുങ്ങാതിരുന്നത്? കുപ്പിക്കുള്ളിൽ വായു ഉണ്ടായിരുന്നു. ബലൂണിലെ ജലം കുപ്പിക്കുള്ളിൽ പോയപ്പോൾ കുപ്പിക്കുള്ളിലെ വായു ബലൂണിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ടാണ് ബലൂൺ ചുരുങ്ങാത്തത്. അല്ലയാനെ, നിന്റെ എക്സ്പെരിമെന്റ് അടിപൊളിയായിരിക്കുമല്ലോ. അതെ, കുപ്പിക്കുള്ളിൽ മുട്ട ഇറങ്ങി പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നീ എങ്ങനെയാണ് അത് ചെയ്തത്? ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എയർ പ്രഷർ എന്ന കൺസെപ്റ്റാണ്. കുപ്പിക്കകത്ത് തീ കത്തിച്ചിടുമ്പോൾ കുപ്പിക്കകത്തുള്ള വായു ചൂടാകുകയും ചൂടായ വായു ഉയരുകയും കുപ്പിക്ക് പുറത്തുള്ള തണുത്ത വായു കുപ്പിക്കകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ബലമാണ് മുട്ടയെ കുപ്പിക്കകത്തേക്ക് തള്ളിയത്. കൂട്ടുകാരെ, ഞങ്ങളുടെ പരീക്ഷണങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾ